ഈ മെയ് 1-ാം തീയതി ചിത്രപൗർണമി ദിവസം മംഗളാദേവി ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തേനി, ഇടുക്കി ജില്ലാ ഭരണകൂടങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും പോലീസ്, റവന്യൂ, ഫോറസ്റ്റ്, അതുപോലെ ഹെൽത്ത് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ചേർന്നുള്ള ഒരു ജോയിൻറ്റ് മീറ്റിംഗ് ഇന്ന് ഇവിടെ കുമളിയിൽ വെച്ച് കൂടുകയുണ്ടായി. ഇതിൽ മുൻവർഷങ്ങളിൽ നടന്നപോലെ തന്നെ നമ്മുടെ ഭക്തർക്ക് രണ്ട് ഭാഗത്തു നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള ഭക്തർക്ക് ഏറ്റവും സുഗമമായിട്ടുള്ള ദർശനവും അവിടുത്തെ പൂജകളും നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിനുള്ള വിശദമായ ചർച്ചകൾ ഇവിടെ നടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വർഷവും അതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തും, അത് റവന്യൂ, അതുപോലെ തന്നെ പോലീസ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക് അറേഞ്ച്മെൻറ്റ് പോലീസ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വകുപ്പുകളും ആവശ്യമായ എല്ലാ ക്രമീകരണം, അതുപോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളും അത് ശുചിത്വ മിഷനും കേരള ഭാഗത്തു നിന്ന് ശുചിത്വ മിഷനും ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള ഇതൊരു വളരെ നല്ല ഒരു പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോർ ഏരിയയിൽ വരുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പരിശുദ്ധിയും അവിടെ ക്ഷേത്രത്തിൻ്റെയും ആ പരിസ്ഥിതിയുടെയും എല്ലാ പരിശുദ്ധിയും അവിടെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും അവരുടെ ആ ദർശനത്തിനും അവിടുത്തെ പൂജ ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക. അതോടൊപ്പം ഭക്തജനങ്ങളും ഈ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ ക്രമീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാ അങ്ങേയറ്റം സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള ക്രമീകരണങ്ങളും മെഡിക്കൽ എയ്ഡ്, കുടിവെള്ളം, എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം ഏറ്റവും സുഗമമായ ഒരു പൂജയും ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. രാവിലെ 6 മണിക്കാണ് അവിടുന്നേക്ക് എൻട്രി അനുവദിക്കുന്നത്. അതിന് മുന്നേ തന്നെ അവിടുത്തെ പൂജയ്ക്കും മറ്റുള്ള ക്രമീകരണങ്ങൾ അതിൽ ഏതാനും വെഹിക്കിളുകൾ മാത്രമേ 5-6 മണിക്ക് മുന്നേ വിടുന്നുള്ളൂ. 6 മണി തൊട്ട് ഭക്തജനങ്ങൾക്ക് പാസ് അനുവദിച്ച ജീപ്പുകളിലും മറ്റു വാഹനങ്ങളിലും മാത്രമേ അങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് എന്നുള്ള രീതിയിലുള്ള ജീപ്പുകൾ അങ്ങോട്ട് കയറ്റിയിട്ട് 6 മണി മുതൽ അത് ഉച്ചയ്ക്ക് 2:30 വരെ മാത്രമാണ് എൻട്രി ഉള്ളത്. അത് കഴിഞ്ഞ് അവിടെ ഭക്ഷണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തും, തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഭക്തജനങ്ങൾ ആവശ്യമായ ഭക്ഷണം, കുടിവെള്ളത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവിടെ ജീപ്പുകളിൽ പോകുന്നവർ അവിടെ ഭക്തരെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് അപ്പോഴേ തിരിച്ചു വരണം. അവിടെ ദർശനം കഴിഞ്ഞ് വരുന്ന ഭക്തരെയും കയറ്റിയിട്ട് തന്നെ ജീപ്പുകൾ തിരിച്ചു വരണം. അവിടെ പാർക്കിംഗ് നമുക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ളതുകൊണ്ട് അവിടെ പാർക്കിംഗ് അനുവദിക്കുകയില്ല. അത് എല്ലാ ജീപ്പുകളും, ഏത് ജീപ്പായാലും അവിടെ ഭക്തജനങ്ങളെ ഇറക്കി അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഭക്തരെയും കൊണ്ട് തിരിച്ചു വരണം. അതാണ് ട്രാഫിക് ക്രമീകരണം സംബന്ധിച്ച് പറയാനുള്ളത്. സൗകര്യങ്ങൾ ഈ വർഷം ചൂട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നാമത്തെ കാര്യം, അവിടെ ബാരിക്കേഡിൻ്റെ മുകളിലൊക്കെ ആവശ്യത്തിന് ഷെയ്ഡ് ഏർപ്പെടുത്താനുള്ള ഒരു ക്രമീകരണം ഉണ്ട്. രണ്ടാമത്, അവിടെ എല്ലായിടത്തും ആവശ്യത്തിനുള്ള കുടിവെള്ളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തെ സൗകര്യം നമ്മുടെ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ആംബുലൻസ് സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ്സ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ മുകളിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിലുള്ള ഈ വർഷത്തെ ഒരു ചൂട് കണക്കിലെടുത്ത് എല്ലാ ക്രമീകരണങ്ങളും മുമ്പോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കുറേ നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം, ഷെയ്ഡിൻ്റെ കാര്യം, ഭക്ഷണത്തിൻ്റെ കാര്യം, പിന്നെ ടോയ്ലറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് തേനി ഡിസ്ട്രിക്ട് കളക്ടറുടെ ഭാഗത്തു നിന്ന് വളരെ ശ്രദ്ധേയമായിട്ടൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം തന്നെ അവർക്ക് ഭക്തജനങ്ങൾക്ക് നൽകാനുള്ള ക്രമീകരണങ്ങളും രണ്ട് ഭാഗത്തു നിന്നും, കേരള ഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വനംവകുപ്പും അതായിട്ട് നന്നായിട്ട് സഹായിക്കുന്നു.